ഹായ് ഫ്രണ്ട്സ്, ALF ക്യാപ്ഷൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാർത്തികയാണ്. നമ്മൾ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കരിക്കെടുക്കാം. നമ്മുടെ സ്വന്തം മീൻ. അതെ, പൂവക്കിഴങ്ങ് വെട്ടിയെടുക്കാറുണ്ട്. ആദ്യം കുറച്ച് കറിവേപ്പില ഉണ്ട്. കൈ കൊടുക്കരുതെന്ന് പറയും, വഴക്ക് കൂടുവന്ന്. ഫ്രഷ് കറിവേപ്പില ഇതാ, നമ്മുടെ സ്വന്തം കറിവേപ്പില. ഓ, എല്ലാം വേണ്ട, മിക്സ് ചെയ്തിട്ട്. ഇവിടെ അച്ഛനും അമ്മയൊന്നുമില്ല, അവർ രണ്ടുപേരും രാവിലെ അമ്പലത്തിൽ പോയേക്കാണ്. ഇക്ക് സ്കൂളിൽ പോയി. എൻ്റെ കയ്യിൽ തന്നിന്ന് വന്നടി നടക്കും. ഇവിടെ യുദ്ധം നടക്കും. അടിച്ചു പിരിഞ്ഞ് നമുക്ക് അടുത്ത് കരിക്കടക്കാൻ പോവാ. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. 2 ദിവസം കൊണ്ട് നല്ല വെയിൽ. നമ്മൾ 6 പേരാണുള്ളത്. നമ്മൾ 6 കരിക്കാണല്ലേ നമുക്ക്. 6 പേര്. 5 ഉള്ള അപ്പൊ ആർക്കും ഒരാൾക്ക് വേണ്ട. ചാന വേണ്ടേ? എനിക്കാണ്. ഓ, ഇലക്ഷന്റെ 4 കരിക്കായി. നമുക്ക് ഇക്കൂച്ചനെ പറ്റിക്കാം, കൊടുക്കണ്ട. സ്കൂളിൽ നിന്ന് വരുന്നു. നമുക്ക് കുക്കിന്റെ ഫേവറേറ്റ് ആണ് കരിക്ക്. ഇനി ഒരെണ്ണം എന്ത് ചെയ്യും? വാങ്ങിക്കൂ. ഇത് മതിയല്ലോ, എല്ലാരും കൂടെ മിക്സ് ചെയ്താൽ കുടിച്ചത്. നമ്മൾ കരിക്കട 5 നമ്മൾ കിട്ടിയത്. നെക്സ്റ്റ് ഇവിടെ നിപ്പുണ്ട്. കൂവ കിഴങ്ങെന്നാണ് ഇവിടെ പറയുന്നത്. ആ സാധനത്തിനെ കാണിച്ചു കൊടുക്കണം. അതെ, മൺവെട്ടി. എല്ലാരും മമ്മാട്ടി എന്ന് പറയും. അവക്കാഡോ അല്ലേ? അവക്കാഡോയുടെ ഇതാണ്. ലുലുന്ന് വാങ്ങി അതിന്റെ അങ്ങനെ നട്ടാ പൊടിക്കുമല്ലോ. അപ്പം ഇത് വേണ്ട, തൈ കായ്ക്കൊന്നും അറിയത്തില്ല. ഇത് മാജിക് ഫ്രൂട്ടും മറ്റേതെവിടെ അബിയു. ഇതെല്ലാം പരീക്ഷണമാണ്, കായ്ക്കില്ലെന്ന് ദൈവത്തിനറിയാം. മൺവെട്ടി ഉറപ്പിച്ചു. വെട്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതാ കണ്ടോ, ഇതാണ് നമ്മുടെ കൂവക്കിഴങ്ങ്. കണ്ടു. പന്നി ശല്യം കാരണം ഇപ്പൊ ആരും നടാറില്ല. എല്ലാം പന്നി കുത്തിയിട്ടിട്ട് പോകും. അച്ഛൻ മുമ്പൊക്കെ ഒരുപാട് നടുവായിരുന്നു താഴെ. നമ്മളെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം ഓരോന്നായിട്ട് കറക്കിയിടാം. എല്ലായിടത്തും കൂവക്കിഴങ്ങ് തന്നെയാണോ പറയുന്നതെന്ന് അറിഞ്ഞില്ല. കുറച്ച് നമുക്ക് വീട്ടിലത്തേക്കും കൊണ്ടുപോകണം, ബാക്കി ഇവിടത്തേക്കും വേണം. വേണ്ടേ? കഴിക്കൂലല്ലേ? അച്ഛൻ കഴിക്കില്ല. ആ, എന്തെറ്റി? മറ്റേത് കഴിക്കും, കിഴങ്ങും ചേമ്പും ഒക്കെ. അച്ഛൻ ഇതാണ് ഇഷ്ടം. അവിടെ അച്ഛൻ ഇതാണ് ഇഷ്ടം. ഇവിടെ ഒരുപാടുണ്ട്, പക്ഷെ പാറക്കല്ലിന്റെ മിക്സായി കിടക്കുന്നു. എവിടെ? ഓ, ഇവിടെ ഫുള്ള് നിപ്പുണ്ട്. അമ്പലത്തിൽ പോയവരെത്തിയിട്ടുണ്ട്.
അമ്പലത്തിൽ പോയിട്ട് വന്നു. അവൻ പോയി. നിറച്ച ആളുണ്ടല്ലോ. കാപ്പിയൊന്നും കുടിക്കാൻ ഇറങ്ങിയില്ലേ? നമ്മുടെ സ്കൂബി ഇവിടെ ബഹളം വെക്കുവാണ്. എന്താണ് എന്താണ്? വാത്സല്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അല്പം വാത്സല്യം കിട്ടിയാൽ മതിയെന്ന്. ഷേക്കാനൊന്നും തരില്ല. കുടു കുടു ഈ വീടിന്റെ ഐശ്വര്യം. സ്കൂബിയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കുടു. നമ്മുടെ മീൻകുട്ടന്മാര് ഗപ്പിക്കുട്ടന്മാരുണ്ട് ഇവിടെ. കാണാമോ? വേണ്ട, നമ്മുടെ ഗപ്പി. കണ്ണ് തെറ്റിയേക്കുച്ചേ ഇതിന് കൈയിട്ട് വരും. ഇതാണ്ട, നമ്മൾ കൈ വയ്ക്കുമ്പോൾ എല്ലാം കൂടി എടുത്തോട്ട് കൂടും. നമ്മളിനി അണിയൂരോട്ട് പോവുകയാണ്. അവിടെ അന്നദാനം ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഇക്കുനെ വിളിച്ചിട്ട് വരും. എന്നിട്ട് നമ്മൾ വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ അണിയൂര് എത്തിയിരിക്കുകയാണ്. നമ്മൾ അന്നദാനം കഴിക്കാൻ പോവാണ്. അമ്പലത്തിന്റെ അവിടെ എത്തി. തിരക്കുണ്ടോന്ന് അറിഞ്ഞൂടാ. തിരക്കുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പിന്നെ ഞാൻ അവിടെ ചായ അമ്പലത്തിലാവുമ്പോ ഇച്ചിരി തിരക്കൊക്കെ കാണും. തള്ളലിൽ നിന്ന് കഴിക്കുന്നതിനാണ് സുഖം. തള്ളാൻ മാത്രമുള്ള തിരക്കൊന്നും കാണും. ഒരു ഉത്സവം നല്ലത്. ഇല്ല, സമയമായില്ല. വണ്ടിയിടാൻ സ്ഥലമില്ല. നമ്മൾ വീട്ടിൽ വന്ന് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് ഉണ്ണിയപ്പം. കഴിച്ചു നോക്ക്. കാർത്തിക സ്പെഷ്യൽ. കൊള്ളാമോ? ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് ദേവി നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ സദ്യക്ക് എത്തിയിരിക്കുന്നു. ചിപ്സ് ഒക്കെ ഉള്ള സദ്യയാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. അമ്മൂമ്മയ്ക്ക് നമ്മൾ പാഴ്സൽ ഫ്രണ്ടില് സൗണ്ട് കൂടുതൽ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അന്നദാനത്തിന്. ഇത്രയും സാധനങ്ങളാണ് അന്നദാനത്തിനുണ്ടായിരുന്നത്. ചോറ്, തോരൻ, ഒരു സദ്യക്ക് വേണ്ട എല്ലാം ഉണ്ട്. ഇലയിലില്ലെന്നേ ഉള്ളൂ. ചിപ്സ് വരെ ഉണ്ട് ഗൈസ്. അതെ, ചിപ്സ് ഉപ്പേരി, അല്ല പായസം. അമ്മൂമ്മയ്ക്ക് കഴിക്കാനാണ് കൊണ്ടുവന്നത്. ഊണ് ഖുഷാൽ. സദ്യ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? പായസം തരട്ടാ? നോ കമന്റ്സ്. നോ കമന്റ്സ് ഒന്നും. ഇതെന്താണ് കറി? വാക്കുകൾ കിട്ടുന്നില്ല. കറി എന്തോന്നാണ് ഇപ്പൊ കഴിക്കണ? കറി എന്തോന്നാണ്? ചുമ്മാ നീ സമയമല്ല സംസാരിക്കും. ഇനിയിപ്പോ തന്നെ വല്ലു പക്ഷെ ചിപ്സിന് കുഴപ്പമില്ല. അത് സത്യം. അത് കൊള്ളാലോ. ഉണ്ണിയപ്പം കഴിക്കാൻ പല്ലു വയ്യ, ചിപ്സ് കഴിക്കണ എങ്ങനെയാ? ലോക ഉടായിപ്പാണ്. അപ്പുറത്തോളം തുറന്നു, മോള് തുറന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇക്കൂനെ സ്കൂളിൽ പോയി വിളിച്ചു. ഇന്നൊരു സർപ്രൈസ് ഉണ്ടല്ലോ. ഇക്കൂന് സ്കൂളിൽ നിന്ന് എന്ത് കിട്ടി? തിരിച്ചാണെങ്കിൽ കണ്ടോ?
ഇക്കുന് അന്ന് കോസ്റ്റ്യൂം കാർണിവലിന്റെ വീഡിയോ ഇട്ടിരുന്നതിന്റെ അതിന്റെ പ്രൈസ് ആണ് എത്ര? 3rd പ്രൈസ് ആണ്. എന്നാലും കുഴപ്പമില്ല, ഇക്കുന്റെ ഫസ്റ്റ് പ്രൈസ് ആണ്, ആദ്യമായിട്ട് കിട്ടണേന് അല്ലേ പെണ്ണ? ഫസ്റ്റ് സർട്ടിഫിക്കറ്റും ട്രോഫിയും. ഗുഡ് ബോയ്. ആ രാമൃത് രാജ ഓടിയോ? എന്നിട്ട് ആരടിച്ചു? ഇടി കൊടുത്തോ? എന്നിട്ട് അമ്മ കണ്ടില്ല. അപ്പം അമൃതരാജ് ഒന്നും പറഞ്ഞില്ലേ? വീട്ടിൽ പോയോ? എന്താ ടീച്ചർ വഴക്ക് പറഞ്ഞില്ലേ? ശ്രീലക്ഷ്മി ടീച്ചർ കണ്ടില്ലേ? എല്ലാരും കാണിച്ചേ, രണ്ടും കാണിച്ചു കൊടുക്ക്. എല്ലാരും കാണിച്ചു കൊടുക്ക്. തിരിച്ച് ഇങ്ങനെ ഇത് തിരിച്ച് കാണിക്ക് ഈ ട്രോഫി. നമുക്കിന്ന് വൈകിട്ട് അണിയൂര് പോവാല്ലോ. നമുക്ക് അവിടെ അമ്പാട്ടിയിൽ പോണം കേട്ടോ. ഇന്ന് പോണം കേട്ടോ. ഇന്ന് കാർത്തികയാണ്, അമ്പാട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അണിയൂരുള്ള അമ്പാട്ടിയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് കുടിക്കാൻ രാവിലെ നമ്മൾ കരിക്കടത്ത് വെച്ച് അവിടുത്തെ അമ്പാട്ടിയിൽ പോയി തൊഴുതിട്ട് നമ്മള് കരിക്കൊക്കെ കുടിച്ചിട്ട് അണിയൂര് പോകും. അവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ട്. അവിടെ എല്ലാരും വരും, അച്ചു അപ്പയൊക്കെ വരും. എന്ത് തോന്നുന്നു? അതെ, സൂക്ഷിച്ചു വെക്കണേ, ചീത്തയാക്കല്ലേ. അങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് ഇക്കും ചേട്ടനും കൂടെ അമ്പലത്തിൽ പോയട്ടോ, നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ. അതിനുശേഷം വീട്ടിൽ വന്ന് വിളക്കൊക്കെ വെച്ച് നമ്മൾ പിന്നെ അണിയൂരേക്ക് പോയട്ടോ. അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ വിളക്കൊക്കെ ഇക്കുവാണേ കത്തിച്ചത്. വിളക്ക് കത്തിക്കാണ് ഗൈസ് നമ്മുടെ അമ്പലത്തില്. നമ്മൾ കാർത്തിക ദീപം കത്തിക്കുക. നമ്മൾ അമ്പലത്തിൽ ഉണ്ട്. അതെ, അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇക്കു അമ്പാട്ടിയിൽ വിളക്ക് കത്തിച്ചാ? വേറെ ആരും ഇല്ലായിരുന്നോ? ഇക്കുച്ചനാണോ കത്തിച്ചേ? ഗുഡ് ബോയ് ആണല്ലോ. ആരാ അത് സൈക്കിളിൽ പോയത്? വീടല്ലേ കേട്ടോ? ഓക്കെ, ഇല്ല കളയത്തില്ല. ഓക്കെ ഓക്കെ, ഇക്കോടെ നിന്നേ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. എല്ലാവർക്കും പറയുന്നേക്ക്. എല്ലാവർക്കും കാർത്തിക ആശംസകൾ എന്ന് പറ. ആശംസകൾ. എല്ലാ വർഷത്തെ കാർത്തികേക്കാളും ഇത്തവണ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരുന്നു. കാരണം ഇക്കുവിന് കുറച്ചുകൂടെ അറിവായി. അപ്പോൾ അവ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. ഇക്കു വണ്ടിക്കകത്ത് കയറി ഇരിപ്പായി. കല്ലിപ്പിനെ ലോക്കായി. എങ്ങനെ തീർക്കും? നീ ലോക്ക് ചെയ്തല്ലേ? എടാ കള്ള, നമ്മൾ എങ്ങോട്ടാ പോകാൻ പോകുന്നേന്ന് പറയാ. കാർത്തിക അടയ്ക്കല്ലേ, ശ്വാസം കിട്ടും. എന്താ കഴിക്കുന്നേ? വലിയ കഴിക്കോ? ഇത് ഞാൻ എന്തോ പറഞ്ഞ കാർത്തികയ്ക്ക് എന്തോ പറയല്ലോ, എന്തോ പറയൂലേ ഇത് ഇങ്ങനെ കഴിക്കുന്നതിന്? അത് തന്നെ. ചോറാ? നമ്മൾ ഇത് കഴിക്കാനാണോ വന്നിരുന്നത്? ചോറല്ല, ഇതാണ് കഴിക്കാനുള്ള. കാർത്തികയ്ക്ക് ഇത് വേണം കഴിക്കാൻ. സ്വീറ്റ് പൊട്ടറ്റോ. കൊള്ളാമോ? സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുകയാണ്. നല്ല മുളക് ചമ്മന്തി ഉണ്ട്. ഗ്യാസ് പഴം ഒരുമിച്ച്
ഇക്കുച്ചൻ കഴിക്കണല്ല, ചുമ്മാ കളിക്കണം. കളിക്കുന്നു, നമ്മൾ കഴിക്കുന്നു. എന്താ കഴിക്കുന്നത്? അല്ല, ചേമ്പ് പുഴുങ്ങിയതുണ്ട്, ഏതാണ് കഴിക്കുന്നത്. മറ്റേ സംഭവമില്ലേ, നനഴണോ? നനഴണില്ല. എന്താ കാച്ചിലാണോ ചേമ്പാണോ? നല്ല ചേമ്പ്. ചേമ്പാണോ സ്വീറ്റ് പൊട്ടറ്റോ ആണോ ഇഷ്ടം കുഞ്ഞ്? രണ്ടും ഇഷ്ടമാണോ? നമ്മള് അണിയൂരോട്ട് പോവും. നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളെ പോയിട്ട് നമുക്ക് നമ്മൾ റെഡിയായി ഇറങ്ങി. നമ്മൾ അണിയൂരോട്ട് പോവാണ്. ആരായിരിക്കുന്നത്? കൊച്ചി ഇറങ്ങി. മാമൻ. ഇപ്പൊ അവിടെ എല്ലാം കഴിഞ്ഞാണ്. വെടിക്കെട്ടൊക്കെ കാണാനെന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ എല്ലാം കഴിഞ്ഞാണ് അല്ലേ? പിന്നെ എല്ലാതും അവിടെ ഇങ്ങനെയാണ്. കുഴപ്പമില്ല, കറക്റ്റ് ടൈമിങ്ങിന് എത്തി. കഴിഞ്ഞ തവണ കുട്ടി കഴിഞ്ഞു. നല്ല തിരക്കുണ്ടല്ലോ റോഡിൽ. എല്ലാം കഴിഞ്ഞ് കാണുമെന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചെത്തിയെങ്കിലും നമ്മൾ ചെന്നത് കറക്റ്റ് ടൈമിലായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നതും ഇത് സ്റ്റാർട്ട് ചെയ്തതും ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം എന്തായാലും ഉണ്ടായി. ഇക്കുവിന് ഈ പടക്കവും തീയും ഒക്കെ പേടിയായത് കാരണം കഴിഞ്ഞ തവണയൊന്നും അവന് വലുതായിട്ട് ആസ്വദിക്കാനുള്ളൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ എന്തോ അവൻ കണ്ട് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവിയുടെ പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോയി അവിടുത്തെ ചോറ് കഴിക്കാനും ഇതുപോലെ വൈകുന്നേരം പോയി ഇതൊക്കെ വെടിക്കെട്ടും ഈ പന്തം കൊളുത്തുന്നതൊക്കെ കാണാനും അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. പന്തം കെട്ട് കഴിയുമ്പോൾ പിന്നെ വെടിക്കെട്ടാണ്. അതിന് മിക്ക പിണങ്ങും എന്ന് വിചാരിച്ചു. പക്ഷെ അവൻ നന്നായിട്ട് കണ്ടു നിന്നേ. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലഘുഭക്ഷണം കൊടുത്തു തുടങ്ങും കേട്ടോ. ഇത്തവണ നമുക്ക് കഞ്ഞിയും പുഴുക്കുമായിരുന്നു. കഴിഞ്ഞ തവണയും ഇത് തന്നെയായിരുന്നു. പക്ഷെ ചില വർഷങ്ങളിൽ ഇഡ്ഡലി സാമ്പാർ അങ്ങനെയൊക്കെ വയ്ക്കാറുണ്ട്. ഈ ഒരു വെടിക്കെട്ട് കുറച്ച് അധികം നേരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ കണ്ടു നിൽക്കാനായിട്ട്. ഇക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഈ വെടിയും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവന് ഓടാറാണ് പതിവ്. പക്ഷെ ഇത്തവണ എന്തോ നല്ല ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇക്കുച്ചൻ പറഞ്ഞ കേൾക്കാതെ ഭയങ്കര ഓട്ടമാണ്. ഇക്കുന്റെ ടീച്ചർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാരിത് ഇതെവിടുന്ന് വന്നത്? പപ്പടം കിട്ടിയാ? അളിയന്മാർ പപ്പടം കഴിക്കുകയാണ്. അമ്മായിക്കില്ലേ? അമ്മായിക്കില്ലേ? അതെന്താ അത്? അമ്മായിക്കില്ലേ പപ്പടം? താങ്ക് യു. ആ കൈ കൊണ്ട് തരണം, റൈറ്റ് ഹാൻഡ്. ലാസ്റ്റ് അവന്മാര് ഫുൾ അലമ്പാവാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.